ഹലോ എന്നെടുക്കുക ഞാൻ പറഞ്ഞില്ല മാമന്റെ മോന അതെ അളിയ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. ഫോട്ടോ പാർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ഞാൻ ലിങ്ക് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുൻപിലോട്ട് നടന്ന് നീങ്ങിയപ്പോൾ പിന്നീട് കണ്ടത് ഒരു കൂട്ടം കോഴികളെയാണ്. ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പേര് ഗിനിക്കോഴി എന്നാണ്. ഇത് ആഫ്രിക്കയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ കൂടിയാണ്. അമ്മോ, നല്ല റെഡ് കളറായപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പൂക്കളും കൂടി ആയപ്പോൾ അടിപൊളി. ഒരുപാട് മയിലുകൾ പീലിയും കൂടി വിരിച്ചിരുന്നെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ നടന്നു നീങ്ങിയപ്പോൾ ചെന്നെത്തിയത് വർണ്ണിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭംഗിയുള്ള സ്ഥലത്താണ്. ശരിക്കും ഒരു കാടിനുള്ളിൽ നദി ഒഴുകുന്നത് പോലെയുള്ള ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. ഇവിടുത്തെ ആംബിയൻസ് കാണുമ്പോൾ ഇവിടെ തന്നെ ഇരുന്നാലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മയിൽ നടന്നു വന്നത്. അതിന് ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും അത് പേടിച്ച് ഓടുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അതങ്ങനെ തന്നെ ഒരു ഭയവും ഇല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുമ്പോഴേക്കും അത് പിന്നീട് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ് ചെയ്തത്. ക്രിസ്ത്യൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ ഇടയിലാണ് ഞാനത് കണ്ടത്. കാര്യം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അയർലൻഡിൽ പ്രകൃതിയെ പറ്റി പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലം. അടുത്തത് നമ്മൾ ട്രോപ്പിക്കൽ ആനിമൽസ് മാത്രമുള്ള ഹൗസിലേക്കാണ് പോകുന്നത്. ഹായ് ആമ. ദേ പിന്നെയും ആമ. പൊതുവെ അയർലൻഡിൽ പാമ്പ് വാഴില്ല. അത് ജീവിക്കുന്നത് തന്നെ അത്രയും ചൂട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ചിക്കൻ തവള. ഇതിന് വലിപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിന് ചിക്കൻ തവള എന്ന് പറയുന്നത്. സീ ഹോഴ്സ്. ഞാനിത് ടി വിയിലാണ് കൂടുതലായി കണ്ടിട്ടുള്ളത്. പിന്നെ ചെറുപ്പത്തിൽ ട്രിവാൻഡ്രം വിസിറ്റിൽ അവിടെ ഒരു ഫിഷ് എക്സിബിഷനിൽ കണ്ടതായിട്ടും ഞാൻ ഓർക്കുന്നു.
ഇങ്ങനെ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ ഒരാൾ അനങ്ങാതിരിക്കുന്നത് കണ്ടത്. പിന്നെയാണ് മനസ്സിലായത് അത് വലിയൊരു ഓന്താണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ചൂടുണ്ടായിരുന്നുവെന്ന്. കാരണം സഹിക്കാൻ ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ഞങ്ങളൊക്കെ ചിന്തിച്ചു പോയി, ഇന്ത്യയിൽ പോയാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഹായ് പെൻഗ്വിൻ. അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ എല്ലാം തീർന്നിരുന്നു. ബർഗറും പൊട്ടറ്റോ ചിപ്സും വെച്ച് ഞങ്ങൾ വയറ് നിറച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് അടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി നിൽക്കുമ്പോൾ സൈഡിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. വേറെ ആരുമല്ല, അതൊരു കങ്കാരു ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പനകളുടെ ഇടയിലൂടെയാണ് നടന്ന് നീങ്ങിയത്. ഗൾഫിലെത്തിയൊരു ഫീലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങൾ ചെന്ന് കയറിയത് കൊളംബിയ ബ്ലാക്ക് സ്പൈഡർ മങ്കിയുടെ അടുത്തേക്ക്. അതിനുവേണ്ടി എന്തോരം സെറ്റപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് കൊളംബിയ സ്പൈഡർ മങ്കി. പിന്നെ കണ്ടത് റിംഗ് ടെയിൽഡ് ലീമറിനെയാണ്. സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിൽ കാണുന്ന വൈറ്റ് ഫേസ്ഡ് സാക്കി മങ്കിയാണ് ഇത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മഡഗാസ്കറിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന ആനിമൽസിനെയാണ്.
പ്രതീക്ഷിച്ച അത്ര ഒന്നും തന്നെ അവിടെ എക്സൈറ്റിംഗ് ആയി ഒന്നും തന്നെ ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോട്ടോ പാർക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡോട് കൂടി ഫോട്ടോ പാർക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്.